ദിയ, നീ എന്താ ഇവിടെ? ജയിക്കാൻ നീ വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ബെസ്റ്റ്. അതെന്തായാലും കൊള്ളാം. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് വരുമ്പം ജയിക്കുകയും ഏക്കുകയും ഉറപ്പായിട്ട് ഷോക്കാവും. അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷേ ആൻ ഫസ്റ്റ് ടൈം അല്ലേ നമ്മൾ ഓഫീസിൽ വരുന്നത്. പറഞ്ഞത് ശരിയാണല്ലോ. എന്തായാലും നിങ്ങൾ രണ്ടുപേരും വന്നല്ലേ, രണ്ടുപേരും അവരവരുടെ ക്യാബിൻ ഇരിപ്പുണ്ട്, പോയിച്ചൊന്ന് കാണും. എങ്കിൽ ശരി, ഞങ്ങൾ അങ്ങോട്ട്. ദിയ, നീ എന്താ ഇവിടെ? അതെന്താ, എനിക്കിവിടെ വരാൻ പാടില്ലേ? ഏയ്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞൊന്നല്ല. നീ നല്ലോണം റോക്കിട്ട് വന്നാൽ മതിയായിരുന്നു. ഓ അങ്ങനെ. അല്ല, ജസ്റ്റ് ഞാൻ ഈ ഓഫീസിൽ വന്നിട്ട് എത്ര കാലം നിനക്കറിയാവോ? ഒരു 2 months ആയി കാണും. എക്സാക്ട്ലി. അതുകൊണ്ടെന്തോ തന്നെ കാണാൻ തോന്നി. അതുകൊണ്ട് ഒന്നും നോക്കിയില്ല, നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നു. രണ്ടുപേരോ? നിന്നോടല്ല വന്നേ? വേറെ ആരാ? ആൻ തന്നെ. ആൻ ഇതുവരെ നമ്മുടെ ഓഫീസിൽ വന്നിട്ടില്ലല്ലോ. സോ അവക്കൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിക്കോട്ടെ നേരിൽ കൊണ്ടുവന്ന. അതും ഞങ്ങൾ ചെയ്ത് നന്നായി. ആനും കൂടെ ഇവിടെ ഡെയിലി വരുവാണെങ്കിൽ അവർ രണ്ടുപേരും കുറച്ചുകൂടെ ടൈം സ്പെൻഡ് ചെയ്യും. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചേ, നീ എന്താ ഈ വേഷത്തില്? അതിന് ഈ വേഷത്തിൽ എന്താ കുഴപ്പം? നല്ലല്ലേ? അങ്ങനല്ല, ഓഫീസില് പൊതുവെ ഈ ഡ്രസ് അങ്ങനെ ഇടാറില്ലല്ലോ. അതും നീ പ്രത്യേകിച്ച് ഇടാറില്ലല്ലോ. പെട്ടെന്ന് ഇങ്ങനെ ഇടുന്ന എന്തിനാന്ന് ചോദിച്ചേ. അതല്ലേ പറഞ്ഞേ, താനിങ്ങോട്ട് വന്ന ശേഷം എനിക്കെന്തോ ഒരുപാട് തന്നെ മിസ് ചെയ്തു. സോ ഈ ഡ്രസ് കണ്ടപ്പോ ഇത് ഇട്ടുവരാന്ന് കരുതി. അതെന്താ പുതിയൊരു ശീലമൊക്കെ? എനിത്തിങ് സ്പെഷ്യൽ? എന്താ സ്പെഷ്യല്? ഒരു സ്പെഷ്യലും ഇല്ല. എനിക്കിടെ വരാൻ തോന്നി, വന്നു. അങ്ങനെ പോയാലോ? ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് സാറിന്റെ കാര്യം സാർ എപ്പോഴും ഇങ്ങനെയാണോ? പിന്നെ അല്ലാണ്ട് ഇതൊക്കെ എന്ത്? എന്റെ വീട്ടിൽ തന്നെ ഞാൻ തന്നെ ഒരു എന്റർടൈൻമെന്റ്. എന്റെ വീട്ടുകാർക്ക് ഞാനില്ലെങ്കിൽ ഉപ്പില്ലാത്ത കഞ്ഞി പോലെ. സാറിനെ കണ്ട ഇത്ര ഫണ്ണിന്ന് പറയില്ല. സാറിന്റെ ചേട്ടനെ വെച്ച് നോക്കുമ്പോ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അത് പിന്നെ ഇതൊക്കെ തന്നെ എല്ലാവരും പറയാറുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാ പറഞ്ഞതെങ്കിലും അവർ ഡിഫറെന്റ് ക്യാരക്ടർ, എനിക്ക് ഡിഫറെന്റ് ക്യാരക്ടർ. എന്ത് ചെയ്യാനാ, എല്ലാ കഴിവും ഒരാൾക്ക് ദൈവം കൊടുക്കില്ലല്ലോ. എനിക്ക് അകത്തേക്ക് വരാനല്ലേ? ദിവ്യ, താനും കുടിച്ചില്ലേ? ഞാനേ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അല്ല, സാറ് ഇവിടെ എന്തായിരുന്നു പരിപാടി? എന്തോന്ന് സാറോ? നീ എന്തിനാ ഇങ്ങനെയൊക്കെ വിളിക്കുന്നത്? അപ്പൊ ഞാൻ വിളിച്ചാണോ കുഴപ്പം? ഇവിടെയുള്ള ഓഫീസിലുള്ള എല്ലാരും തന്നെ അങ്ങനല്ലേ വിളിക്കാറ്? അത് ഓഫീസിലുള്ളവര്. നീ എനിക്ക് എങ്ങനെയാണോ? യു ആർ മൈ വൈഫ്. യാ, ഐ ആം യുവർ വൈഫ്. പക്ഷെ നീ ഇപ്പൊ എന്താ ചെയ്തിരിക്കുന്നത്? എന്താ അവളോട് ഫ്ലോട്ട് ചെയ്യണം? സത്യമായിട്ട് ആ പെണ്ണ് ഞാൻ ഫ്ലോട്ട് ചെയ്തല്ല. അത് പിന്നെ ആ പെണ്ണ് ചെറിയൊരു തമാശ പറഞ്ഞപ്പോ പുതിയ സ്റ്റാഫല്ലേ, അപ്പോ നിനക്കറിയില്ല ക്യാരക്ടർ. ഞാൻ ആ ചെക്കനെ പോലെ അത്രയ്ക്ക് വലിയ ഇൻട്രോട്ടൊന്നുമല്ല. സോ ശരി, അതൊക്കെ വിട്ടു. അല്ല, നീ ഫസ്റ്റ് ടൈമിൽ ഓഫീസിൽ വരുന്നേ? എങ്ങനെയാണ് ഇവിടെ ഓഫീസൊക്കെ? കൊള്ളാവോ? പിന്നല്ലാണ്ട് പറയാനുണ്ടോ? ഇവിടെ വന്നപ്പോ ഞാൻ ശരിക്കും
എൻ്റെ ഓഫീസിനെ മിസ് ചെയ്തു. ജാക്സൺ, നീ ഞങ്ങളോട് വരുമല്ലേ? ഏയ് വേണ്ടടാ, നിങ്ങൾ ഫസ്റ്റ് പൊക്കോ, ഞാൻ പുറകെ വന്നേക്കാം വീട്ടിലേക്ക്. അതൊന്നും വേണ്ട, അതിനൊക്കെ കുറെ ടൈം എടുക്കും. അതുകൊണ്ട് നീ ഞങ്ങളുടെ കൂടെ വരുന്ന നല്ലത്. ആ, നിങ്ങൾ വന്നോ? ഞങ്ങൾ കുറെ നേരത്തെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അങ്കിളും ആന്റിയോ, നിങ്ങൾ എപ്പോഴാ വന്നേ? ഞങ്ങൾ കുറച്ചു മുമ്പ് വന്നേ. നിങ്ങളെല്ലാം ഓഫീസിൽ പോയതാണോ? പിന്നല്ലാണ്ട് ഇന്നെന്തെന്നറിയില്ല, ആനും ദിയയ്ക്ക് ഓഫീസ് വരെ പോകണമെന്ന് പറഞ്ഞു. എനിക്ക് ശരി പൊക്കോട്ടെന്ന് കരുതി രണ്ടുപേരോടെ രാവിലെ പോയതാ. നിങ്ങളെന്താ മക്കളെ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഇവരെന്തിനാണെന്ന് അറിയോ? നിങ്ങളെ 4 പേരെയും വിരുന്നിന് ക്ഷണിക്കാനാ. പഴയൊന്നും പറഞ്ഞ ഒരു കാര്യമില്ല. ഒരു വിധത്തിൽ പറഞ്ഞാ ക്ഷമിക്കാൻ പാടില്ല, പക്ഷെ ക്ഷമിച്ചല്ലേ പറ്റൂ. സ്വന്തം മക്കളായി പോയില്ലേ. ഇച്ചായ, എന്തിനാ വെറുതെ പഴയ കാര്യങ്ങളൊക്കെ പറയുന്നേ? ഇനി അതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്കെല്ലാം വിഷമാകത്തേ ഉള്ളൂ. അത് വേണ്ട. അങ്കിൾ പെട്ടെന്ന് ഓഫീസിലെ കാര്യങ്ങളൊക്കെ തുടങ്ങി അവന്റെ ഒരു ഓഫീസ്. എടാ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഞാനുണ്ട്, നിന്റെ മമ്മിയുണ്ട്, ദാ ജാക്സൺ ഉണ്ട്, അത്രയും സ്റ്റാഫ്സ് ഉണ്ട് ഓഫീസിലുണ്ട്. പിന്നെ നിന്നെ ടെൻഷൻ അടിക്കുന്നേ? നീ ഞാൻ സന്തോഷം എടുക്കൂട്ടോ. അതുവരെ ഓഫീസ് ആരും കൊണ്ടുപോകത്തൊന്നുമില്ല. എങ്കിൽ ഞങ്ങളിപ്പോ ഫ്രഷ് ആയിട്ട് വരാം. ഓ, ഇപ്പോഴെനിക്ക് സമാധാനായി. ഇതിൽ ഏറ്റവും വലിയ വില്ലൻ ആന്റി അങ്കിളുമായിരുന്നു. ഇപ്പൊ അതും ഓക്കെ സ്ഥിതിക്ക് ഇതൊരു ഹാപ്പി എൻഡിങ് ആവല്ലേ? എന്തൊക്കെയല്ലേ? ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് ജസ്വിനും ആന്റി കല്യാണിക്കുന്ന, പക്ഷേ അവസാന നിമിഷത്തില് എല്ലാം മാറിപ്പോയി. നിങ്ങൾ ഓർക്കുന്നുണ്ടോ അന്ന് അങ്കിള് ദിയേനെ അടിച്ചത്? അന്ന് ആന്റിയും ജസ്വിനെയും കല്യാണം മുടങ്ങാൻ ദിയയാണ് കാരണമെന്ന് പറഞ്ഞ് അലനും ആനും ഒളിച്ചൂടെ പോവാൻ ദിയ തന്നെ റീസൺ എന്നൊക്കെ പറഞ്ഞ് അങ്കിൾ ഓരോ പ്രശ്നം ഉണ്ടാക്കിയില്ലേ? എന്താ അത് പറഞ്ഞപ്പോ രണ്ടുപേരുടെ മുഖത്തൊരു ചെറിയ മാറ്റം ഉണ്ടല്ലോ. എന്താ കാര്യം? എന്ത് മാറ്റം? ഒരു മാറ്റമില്ല. അത് ജാക്സൺ തോന്നില്ലാവും. അങ്ങനല്ലല്ലോ ദിയ, സത്യം പറ, എന്തോ ഉണ്ടല്ലോ. അത് പിന്നെ നിങ്ങളെല്ലാം വിചാരിക്കുന്ന പോലെ ഞാനും അല്ലനെ ഒളിച്ചോടി പോയ കാര്യം ദിയക്ക് അറിയാതൊന്നുമില്ല. ദിയ എല്ലാം അറിഞ്ഞോട് തന്നെ ഞങ്ങൾ ഇവിടുത്തെ പോയത്. വാട്ട്? അപ്പോ നിങ്ങളൊന്ന് ഒളിച്ചോടി പോയ കാര്യമെല്ലാം ദിയക്ക് അറിയായിരുന്നോ? അപ്പോ അതെല്ലാം അറിഞ്ഞു വെച്ചോണ്ടാണോ? അന്ന് ദിയ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും എന്റെ സങ്കടം സഹിക്കണമെന്നപ്പോ ദിയ തന്നെ പറഞ്ഞു ഞങ്ങളോട് ഇവിടുന്ന് പൊക്കോളാൻ. എന്റെ ദൈവം തമ്പുരാനെ, അപ്പൊ അന്ന് അങ്കിള് പറഞ്ഞു ശരിയായിരുന്നു. ആന് വേണ്ടിട്ട് നീ എന്ത് ചെയ്ത് പറഞ്ഞപ്പോ ഇതിന് കൂട്ടു നിൽക്കുമെന്ന് അങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ അന്ന് ആരും വിശ്വസിച്ചില്ല. ബട്ട് ഇപ്പോ എന്തായാലും ഇപ്പൊ അവർ സത്യം പറഞ്ഞല്ലോ, എങ്കിൽ പിന്നെ നമുക്കും പറഞ്ഞൂടെ? എന്താടാ ചേട്ടൻ, നീ എന്നെ കൊലക്ക് കൊടുക്കോ?
എന്താടാ കാര്യം? ടെൻഷൻ എടുക്കാതെ കാര്യം പറ. വേറൊന്നുമല്ല, ആനും അലഞ്ഞും ഒളിച്ചോടുന്ന കാര്യം എനിക്കും അറിയായിരുന്നു. നശിപ്പിച്ച് ഇവരെന്നെ കൊലക്ക് കൊടുക്കും. ഇതെല്ലാം എനിക്കറിയായിരുന്നു. അലൻ പോകുന്നതിന് മുമ്പ് എല്ലാം എന്നോട് പറഞ്ഞ് എന്നോട് ക്ഷമ ചോദിച്ചിട്ടാ പോയത്. എന്റെ ദൈവമേ, ഞാനിത് എന്തൊക്കെ കേൾക്കുന്നേ? അപ്പൊ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിയായിരുന്നോ? അപ്പൊ പിന്നെ ദിയയുടെയും ജസ്വിന്റെ കല്യാണം നിങ്ങളുടെ പ്ലാൻ ആയിരുന്നോ? ഏയ്, അത് ഞങ്ങളുടെ പ്ലാനൊന്നും ഇല്ലായിരുന്നു. അതെ, ഞങ്ങളോർത്തു ഞങ്ങളടുത്ത് പോയി കഴിയുമ്പോ എന്തായാലും കല്യാണം മുടങ്ങുന്നു. പക്ഷെ പേരൻസ് എല്ലാം കൂടെ ദിയനെയും ജസ്വിനെയും കൊണ്ട് കല്യാണം കഴിക്കുമെന്ന് ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. സോറി ജസ്വാൻ, താനിപ്പോ സന്തോഷപ്പെടുന്നത് അത് ഞാൻ കാരണം എനിക്കറിയാം. പക്ഷെ ഇത് എത്ര നാളത്തേക്കെന്ന് മാത്രം എനിക്കറിയില്ല. ഐ എം സോറി, ഞാൻ ഇതെല്ലാം തന്നെ മറച്ചു വെക്കുന്നതിൽ. പക്ഷെ ഐ പ്രോമിസ് യു, ഒരിക്കലും എനിക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ, മക്കൾ വന്നോ? കേറി വാ. അല്ല, യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതൊന്നും കുഴപ്പമില്ലായിരുന്നു ആന്റി. ആന്റിയോ? ഞാനേ നിങ്ങൾക്ക് അമ്മയാ. ഇവർ രണ്ടുപേരും എന്നെ മമ്മീന്ന് വിളിക്കുന്നേ. അതുകൊണ്ട് നിങ്ങളും എന്നെ മമ്മീന്ന് വിളിച്ചാൽ മതി, കേട്ടല്ലോ? ഐ എം സോറി മമ്മി, കാരണം വെറുതെ പപ്പ. ഏയ്, അതൊന്നും കുഴപ്പമില്ല. ഇനി എന്തായാലും നിങ്ങൾ രണ്ടുപേരും വന്നല്ലോ, ഇനി നിങ്ങൾ നോക്കിയാൽ മതി. Hey Anne, how are you? വിക്രം, ഓഹോ, അപ്പൊ എന്റെ പേരൊന്നും പറഞ്ഞിട്ടില്ലല്ലേ? ഒന്ന് പോടാ, അങ്ങനൊക്കെ മറക്കാൻ പറ്റുമോ? അല്ല, ഇപ്പൊ നീ എന്താ ചെയ്യുന്നേ? നീ ഇപ്പൊ എവിടെയാ? എന്റെ കാര്യമൊന്നും പറയണ്ട. ഞാനിപ്പോഴേ മുംബൈയിലെ IT കമ്പനി വർക്ക് ചെയ്യാം. ഇന്നലെ വന്ന് ലീവിന്. അപ്പോഴാ അങ്കിള് പറഞ്ഞ് നീ ഇന്ന് വരുന്നുണ്ടെന്ന്. സോ രാവിലെ തന്നെ വരുന്ന കരുതി. ഹേ ദിയ, നിനക്ക് സുഖാണോ? നിങ്ങൾ രണ്ടുപേർ കല്യാണത്തിലേക്ക് വരാൻ പറ്റിയില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇപ്പൊ എന്തായാലും നിങ്ങൾ കാണാൻ പറ്റില്ല. ഒരുപാട് സന്തോഷമുണ്ട്. ആ മക്കളെ, ഇതാരെന്ന് മനസ്സിലായോ? വിക്രം, എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. കുഞ്ഞിലെ വിക്രം അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പോലും പോവില്ലായിരുന്നു.